നമസ്കാരം. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ പഴയ കാലത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും വന്നുപോയ ആ മനുഷ്യരെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ചിലർ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് വസന്തം പോലെയാണ്. വന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ പോയിട്ടുണ്ടാകാം. ചിലർ വരുന്നത് ഒരു കൊടുങ്കാറ്റ് പോലെയാണ്. എല്ലാം തകർത്തെറിഞ്ഞിട്ടാകും അവർ പോയിട്ടുണ്ടാവുക. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു മുഖം തെളിയുന്നുണ്ടാകാം. അത് നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച ഒരാളാകാം, അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച ഒരാളാകാം. എന്തിനാണ് അയാൾ എന്റെ ജീവിതത്തിലേക്ക് വന്നത് എന്ന് നിങ്ങൾ പലതവണ സ്വയം ചോദിച്ചിട്ടുണ്ടാകും. എന്നാൽ ഒന്ന് മനസ്സിലാക്കുക, ഈ പ്രപഞ്ചത്തിൽ ഒന്നും വെറുതെ സംഭവിക്കുന്നില്ല. നിങ്ങൾ ആ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടുമുട്ടിയ അപരിചിതനും, വർഷങ്ങളോളം കൂടെയുണ്ടായിട്ട് പെട്ടെന്ന് പടിയിറങ്ങിപ്പോയ സുഹൃത്തും എല്ലാം ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായിരുന്നു. നിങ്ങൾ അവരെ കണ്ടുമുട്ടിയത് യാദൃശ്ചികമല്ല, അത് സംഭവിക്കേണ്ടതായിരുന്നു. ആ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിലെ രഹസ്യങ്ങൾ നമുക്കിന്ന് ഓരോന്നായി പരിശോധിക്കാം. നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച വ്യക്തി എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ വന്നത് എന്ന ചോദ്യത്തിനാണ് ഉത്തരം കണ്ടെത്താൻ ഏറ്റവും പ്രയാസം. നിങ്ങൾ ഒരാളെ ജീവനേക്കാൾ സ്നേഹിച്ചു, അവർക്കുവേണ്ടി എല്ലാം നൽകി. പക്ഷേ അവസാനം അവർ നിങ്ങളെ വഞ്ചിച്ചു അല്ലെങ്കിൽ ഉപേക്ഷിച്ചുപോയി. ആ നിമിഷം ലോകം അവസാനിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം. പക്ഷേ ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നത് നിങ്ങളെ തകർക്കാനല്ല, മറിച്ച് നിങ്ങളെ പുനർനിർമ്മിക്കാനാണ്. നിങ്ങൾ ഒരുപക്ഷെ മറ്റുള്ളവരെ അമിതമായി ആശ്രയിക്കുന്ന ഒരാളായിരുന്നിരിക്കാം. സ്വന്തം കാലിൽ നിൽക്കാൻ പേടിയുള്ള ഒരാളായിരുന്നിരിക്കാം. അങ്ങനെയുള്ള നിങ്ങളെ ഒറ്റയ്ക്ക് നടക്കാൻ പഠിപ്പിക്കാനാണ് അവർ വന്നത്. ചിലപ്പോൾ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ മറന്നുപോകുമ്പോഴാണ് ദൈവം അല്ലെങ്കിൽ പ്രകൃതി ഇത്തരത്തിലുള്ള കഠിനമായ പാഠങ്ങൾ നമുക്ക് നൽകുന്നത്. ആ വ്യക്തി പോയിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കുണ്ടായ ആ മാറ്റമൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾ പഴയതിനേക്കാൾ കരുത്തനായില്ലേ? നിങ്ങൾ കാര്യങ്ങളെ കുറച്ചുകൂടി പക്വതയോടെ കാണാൻ പഠിച്ചില്ലേ? ആ വേദനയായിരുന്നു നിങ്ങളുടെ വളർച്ചയുടെ വിത്ത്. ജീവിതം വലിയൊരു ഭാരമായി തോന്നി നിൽക്കുന്ന സമയങ്ങളിൽ അപ്രതീക്ഷിതമായി ചിലർ നമ്മുടെ മുന്നിലെത്തും. അത് ചിലപ്പോൾ മാസങ്ങളോളം നീളുന്ന ഒരു സൗഹൃദമാകാം, അല്ലെങ്കിൽ വെറും 5 മിനിറ്റ് നീണ്ട ഒരു സംഭാഷണമാകാം. നിങ്ങളൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അടുത്ത സീറ്റിലിരുന്ന് ആരോ ഒരാൾ പറഞ്ഞ ആശ്വാസവാക്ക് നിങ്ങളെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ടാകുമെന്ന് ഓർത്തുനോക്കൂ. ഇങ്ങനെയുള്ള മനുഷ്യർ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ദൈവദൂതന്മാരെ പോലെയാണ്. അവർക്ക് നമ്മളോടൊപ്പം ജീവിതകാലം മുഴുവൻ ഉണ്ടാവണമെന്നില്ല. അവരുടെ ദൌത്യമെന്നത് നമ്മൾ വീഴാൻ പോകുമ്പോൾ ഒന്ന് താങ്ങുക എന്നത് മാത്രമാണ്. ആ ഒരു താങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ അവർ അവരുടെ വഴിക്ക് പോകും. അയാൾ എന്തിനാണ് എന്നോടത് പറഞ്ഞത് എന്ന് നമ്മൾ അപ്പോൾ ചിന്തിക്കില്ലായിരിക്കാം. പക്ഷേ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകും, ആ വാക്കുകളായിരുന്നു അന്ന് നമ്മളെ ജീവനോടെ നിലനിർത്തിയതെന്ന്. ഓരോ മനുഷ്യനും മറ്റൊരാൾക്ക് നൽകാൻ ഒരു സന്ദേശവുമായാണ് വരുന്നത്. ചില മനുഷ്യർ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നമ്മുടെ തന്നെ യഥാർത്ഥ സ്വഭാവം നമുക്ക് കാണിച്ചു തരാനാണ്. നിങ്ങൾ അവരിൽ കാണുന്ന ദേഷ്യം അല്ലെങ്കിൽ സ്നേഹം സത്യത്തിൽ നിങ്ങളുടെ തന്നെ ഉള്ളിലുള്ള കാര്യങ്ങളായിരിക്കും. നമ്മൾ ഒരാളെ വെറുക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ വെറുക്കുന്നത് നമ്മളിൽ തന്നെ അടക്കിപ്പിടിച്ചിരിക്കുന്ന ചില സ്വഭാവങ്ങളെയാകാം. നമ്മുടെ കുറവുകൾ തിരുത്തിത്തരാൻ വരുന്നവർ പലപ്പോഴും നമ്മുടെ ശത്രുക്കളായിട്ടായിരിക്കും വരിക. അവർ നമ്മളെ വിമർശിക്കും, നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും. തുടക്കത്തിൽ നമുക്കവരോട് ദേഷ്യം തോന്നാം, പക്ഷേ അവരില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഇന്നും ആ തെറ്റുകളുമായി ജീവിച്ചേനെ. നിങ്ങളെ അസ്വസ്ഥനാക്കുന്ന ഓരോ വ്യക്തിയും നിങ്ങളോട് പറയുന്നത് ഇതാണ്: നിന്റെ ഉള്ളിൽ ഇനിയും മാറാൻ ചില കാര്യങ്ങൾ ബാക്കിയുണ്ട്. അവരെ ഒരു ശത്രുവായി കാണാതെ നിങ്ങളെത്തന്നെ മെച്ചപ്പെടുത്താൻ വന്ന ഒരു ഗുരുവായി കാണാൻ ശ്രമിച്ചു നോക്കൂ. നിങ്ങൾ ഇന്ന് എത്തി നിൽക്കുന്ന ഈ നിലയിലേക്ക് നിങ്ങളെ എത്തിച്ചതാരാണ്? നിങ്ങളുടെ കരിയറിൽ ഒരു വലിയ മാറ്റം വരുത്താൻ കാരണമായ ആ വ്യക്തിയെ ഓർക്കുന്നുണ്ടോ? ഒരുപക്ഷെ നിങ്ങളെ കളിയാക്കിയ ഒരാളാകാമത്. നിനക്ക് ഇതിനൊന്നും കഴിയില്ല എന്നൊരാൾ പറഞ്ഞതുകൊണ്ടാകാം നിങ്ങൾ കഠിനമായി പരിശ്രമിച്ച് വിജയിച്ചത്. അവർ വന്നില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഇന്നും പഴയ ആ ചെറിയ വട്ടത്തിൽ തന്നെ ഒതുങ്ങിക്കൂടിയേനെ. ചില മനുഷ്യർ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് നമ്മുടെ ദിശ മാറ്റാനാണ്. നമ്മൾ തെറ്റായ വഴിയിലൂടെ പോകുമ്പോൾ നമ്മളെ തടയാനും ശരിയായ വഴിയിലേക്ക് തള്ളിവിടാനും അവർക്ക് സാധിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതം എന്നത് ഒരു വലിയ പസിൽ പോലെയാണ്. ഓരോ മനുഷ്യനും ആ പസിലിലെ ഓരോ കഷ്ണങ്ങളാണ്. അവരെല്ലാം കൂടിച്ചേരുമ്പോൾ മാത്രമേ നിങ്ങളുടെ ജീവിതം എന്ന ചിത്രം പൂർണ്ണമാകൂ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പോയവരെ ഓർത്ത് ഇനി കണ്ണീർ വാർക്കരുത്. അവർ വന്നതെന്തിനാണോ ആ ദൌത്യം അവർ പൂർത്തിയാക്കി. അവർ നിങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു, ക്ഷമിക്കാൻ പഠിപ്പിച്ചു, അല്ലെങ്കിൽ തനിച്ചായിരിക്കുമ്പോഴും സന്തോഷിക്കാൻ പഠിപ്പിച്ചു. നിങ്ങളെ വേദനിപ്പിച്ചവരോട് നന്ദി പറയുക, കാരണം അവർ നിങ്ങളെ കരുത്തനാക്കി. നിങ്ങളെ സ്നേഹിച്ചവരോട് നന്ദി പറയുക, കാരണം അവർ നിങ്ങൾക്ക് ജീവിക്കാൻ പ്രത്യാശ നൽകി. ഈ ലോകത്ത് ആരും ആരെയും കണ്ടുമുട്ടുന്നത് വെറുതെയല്ല. ഈ നിമിഷം നിങ്ങൾ ഈ വീഡിയോ കാണുന്നതും ഒരു കാരണത്താലാണ്.
ഒരുപക്ഷെ നിങ്ങളിപ്പോൾ കടന്നുപോകുന്ന മാനസികാവസ്ഥയ്ക്ക് ഈ വാക്കുകൾ ഒരു ആശ്വാസമാകണം എന്ന് പ്രകൃതി ആഗ്രഹിച്ചിട്ടുണ്ടാകാം. ഓർക്കുക, നിങ്ങൾ ഒരിക്കലും തനിച്ചല്ല. നിങ്ങളുടെ ജീവിതം മനോഹരമാണ്. അതിലേക്ക് കടന്നുവന്ന ഓരോ വ്യക്തിക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ടു പോകാം. പുതിയ മനുഷ്യർ വരും, പുതിയ പാഠങ്ങൾ വരും. ആ യാത്ര ആസ്വദിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ മാറ്റങ്ങൾ വരുത്തിയ ആ വ്യക്തിയെക്കുറിച്ച് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അനുഭവം മറ്റൊരാൾക്ക് വലിയൊരു പ്രചോദനമായേക്കാം. നമുക്ക് വീണ്ടും കാണാം.